ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ആ മനുഷ്യൻ വാർത്തകളിൽ നിറയുന്നു. ചോര കൊണ്ട് പുതിയ പരിസ്ഥിതി ശാസ്ത്രം രചിക്കുന്ന ആധുനിക ഇന്ത്യയുടെ അവധൂതൻ എന്ന് പലരാലും വാഴ്ത്തപ്പെടുന്ന ആ മനുഷ്യൻ ലോറൻസ് ബൈഷ്ണോയ്. അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരനായിട്ടുള്ള അൻമോൽ ബൈഷ്ണോയ് US വെച്ച് പിടിയിലായിരിക്കുന്നു. ബോളിവുഡ് താരമായ സൽമാൻ ഖാന്റെ വീടിന്റെ മുന്നിൽ വെച്ച് വെടിപൊട്ടിച്ച കേസിലും ബാബ സിദ്ദീഖിയുടെ വധത്തിന്റെ കേസിലുമൊക്കെ പ്രതിയായിട്ടുള്ള ലോറൻസ് ബൈഷ്ണോയുടെ അനുജനായിട്ടുള്ള അൻമോൽ ബൈഷ്ണോയ്. അൻമോൽ ആളത്ര ചില്ലറക്കാരനല്ല. ലോറൻസ് ബൈഷ്ണോയുടെ ഒരുവിധപ്പെട്ട കേസിലൊക്കെ ഇവനും പ്രതിയാണ്. നിലവിൽ ഏകദേശം 18ഓളം കേസിൽ പ്രതിയാണെന്നാണ് പത്രങ്ങളൊക്കെ പറയുന്നത്. 31ഓളം കേസിൽ പ്രതിയാണെന്നാണ് രാജസ്ഥാൻ പോലീസ് പറയുന്നത്. എന്തായാലും കേസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ആധുനിക ഇന്ത്യയിൽ ഹീറോ പദവി കൂടുമെന്നാണല്ലോ. അൻമോലിനെ പിടികൂടിയത് ഇന്ത്യൻ പോലീസൊന്നുമല്ല, US വെച്ച് FBI ആണ് മച്ചാനെ പിടികൂടിയിരിക്കുന്നത്. അണ്ണൻ താമസിക്കുന്നത് അങ്ങ് കാനഡയിലാണെങ്കിലും ഇടക്കിടക്ക് US വന്നു പോകുന്ന ഒരു പരിപാടിയുണ്ട്. അതിനിടയിൽ വെച്ച് കാലിഫോർണിയയിൽ വെച്ചിട്ടാണ് FBI ബായിയെ പിടികൂടിയിരിക്കുന്നത്. വയസ്സ് 25 ഉള്ളൂ. എങ്കിലും എന്താണ്, ഇന്റർനാഷണൽ ഗ്യാങ്സ്റ്റർ ഒക്കെയാണ് അദ്ദേഹം. ഇന്ത്യയുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി 10 ലക്ഷം രൂപ ഇനാമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബായിയെ പിടികൂടിക്കൊടുക്കാൻ. പിടികൂടുന്നവൻ പിന്നെ ബാക്കി ഉണ്ടാകുമോ എന്നുള്ളതാണ് സംശയം. ഇപ്പൊ FBI പിടികൂടിയത് കൊണ്ട് പിന്നെ ആ പ്രശ്നങ്ങളൊന്നുമില്ല. ചേട്ടന്റെ ഒരുവിധപ്പെട്ട കലാപരിപാടികളൊക്കെ അന്യനും ഭാഗഭാക്കായിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട സിദ്ധു മൂസവാല എന്ന പഞ്ചാബി സിംഗറുടെ കൊലപാതകത്തിലും നമ്മുടെ അൻമോൽ പ്രതിയാണ്. അതിൻ്റെയൊക്കെ ഭാഗമായി ജോധ്പൂർ പോലീസ് ഇദ്ദേഹത്തിനെ പിടികൂടുകയും ജോധ്പൂർ ജയിലിൽ 8 മാസത്തെ ഒരു സുഖവാസത്തിന് ശേഷം ഇദ്ദേഹം പുറത്തിറങ്ങി. നേരെ പോയി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു വ്യാജ പാസ്പോർട്ട് അങ്ങ് ഉണ്ടാക്കി. പിന്നെ ഒന്നും നോക്കിയില്ല, കാനഡയിലേക്ക് അങ്ങ് വെച്ച് പിടിച്ചു. കാനഡ അല്ലെങ്കിൽ അടിപൊളിയാണ്. ഈ ഇമിഗ്രേഷൻ വിഭാഗത്തിനൊക്കെ, കാനഡയിലെ ഇമിഗ്രേഷൻ വിഭാഗത്തിനൊക്കെ ഇങ്ങനെ ഒരു ഫേക്ക് പാസ്പോർട്ട് ഉണ്ടാക്കി ഒരു ക്രിമിനൽ കടന്നു കളഞ്ഞിട്ടും അവനെ പിടികൂടിയില്ല എന്നുള്ളതിൽ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ്. അതും പോരാഞ്ഞിട്ട് ലോക പോലീസ് എന്ന് വീമ്പിളക്കുന്ന US ഇവൻ ഈ വ്യാജ പാസ്പോർട്ടൊക്കെ വെച്ച് കയറ്റി ഇടക്കിടക്ക് പല കല്യാണത്തിനും പരിപാടിക്കും ഒക്കെ വന്നു പോകാറുണ്ടായിരുന്നു. അങ്ങനെ 2023 ഒരു കല്യാണ പരിപാടിയിൽ അവന്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ ഏതോ ഒരു സിംഗറാണ്, ഈ സിംഗറും ക്രിമിനൽ തന്നെയാണ്. ഈ കല്യാണ ഫോട്ടോയിൽ നമ്മുടെ ബായിയുടെ ചിത്രവും അൻമോലിന്റെ ചിത്രവും നല്ലപോലെ പതിഞ്ഞു. അവിടെ വെച്ചിട്ട് US FBI ഇവനെ നോട്ടമിട്ടു. സൽമാൻ ഖാന്റെ വധ ഗൂഢാലോചനയുടെ പിറകില് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് വിക്കി ഗുപ്ത എന്ന് പറയുന്നത്. ഈ വിക്കി ഗുപ്തയുടെ കയ്യിൽ നിന്ന് നമ്മുടെ അൻമോലിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് കിട്ടുകയുണ്ടായി. അതിൽ കൂടെയാണ് ഇങ്ങനെയുള്ള പല കേസുകളിലും ഇവൻ പ്രതിയാണെന്നുള്ളത് തെളിയുന്നത്. ബായി അങ്ങ് കാനഡയിലും US ഒക്കെ ആയിട്ട് കറങ്ങി കളിക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്ന് ഇന്ത്യയിലുള്ള ബീഹാറിലെയും രാജസ്ഥാനിലെയും ഹരിയാനയിലെയും ഡൽഹിയിലെയും ഒക്കെ സ്വന്തം ഏട്ടന്റെയും തന്റെയും ഗ്യാങ്ങുകളെ മൊത്തം അവിടെ വെച്ചും കയറ്റി അടിപൊളിയായിട്ട് നിയന്ത്രിച്ചു വരികയായിരുന്നു. എന്തൊക്കെയായാലും നമ്മുടെ ബായിക്ക് 25 വയസ്സാണെന്നുണ്ടെങ്കിലും പ്രായത്തിന് വെല്ലുന്ന പക്വത തന്നെയാണ്. അത് സമ്മതിക്കാതെ വയ്യ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.